ഹലോ, അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീട്ടിലുള്ള 3 ചേരുവകൾ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹൽവയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഹൽവയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 കപ്പ് മൈദ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മിനിറ്റ് സമയം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഈ മൈദപ്പൊടി ഞാനൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് കട്ടയില്ലാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ ചേർക്കുന്ന വെള്ളത്തിന് പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല. അത്യാവശ്യം നല്ല ലൂസ് ബാറ്റർ ആയാലും കുഴപ്പമില്ല. ഒന്നര കപ്പ് ശർക്കര എടുത്തിട്ട് അതിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ച് മെൽറ്റ് ചെയ്തതിന് ശേഷം അരിച്ചെടുത്തിട്ടുള്ളതാണ്. അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ശർക്കരപ്പാനി കൂടി ചേർത്തിട്ട് ഒട്ടും കട്ടകളില്ലാതെ നല്ലതുപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അല്പം മണത്തിന് വേണ്ടിയിട്ട് ഞാൻ 2 ഏലക്ക ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഹൽവ തയ്യാറാക്കാൻ തുടങ്ങാം. ഒരു പാനിലേക്ക് ഞാനിത് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. മൈദ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തിക്കാവാൻ വേണ്ടി തുടങ്ങും. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്താൽ മാത്രമേ മൈദ നല്ലതുപോലെ വെന്ത് കിട്ടുകയുള്ളൂ. ചെറുതായി തിക്കായി തുടങ്ങുമ്പോൾ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നെയ്യ് ചേർത്ത് കൊടുക്കാം. ഓരോ ടേബിൾ സ്പൂൺ നെയ്യ് ഇടവിട്ട് ചേർത്ത് കൊടുക്കണം. ഹൽവയുടെ ആ കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടണമെങ്കിൽ അത്യാവശ്യം നല്ലതുപോലെ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി അഥവാ എണ്ണ ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിതിലേക്ക് ഏകദേശം 3 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഉടനെ തന്നെ നിങ്ങൾ പ്ലേറ്റിലേക്ക് മാറ്റരുത്. കുറച്ച് സമയം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിത് ഏകദേശം 15 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ സമയമാകുമ്പോഴേക്കും ഞാനിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ലോക്ക്ഡൗൺ സമയത്ത് ഹൽവയൊക്കെ കഴിക്കണമെന്ന് തോന്നുന്നെങ്കിൽ പെട്ടെന്ന് നമുക്കിതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പാനിൽ നിന്ന് നല്ലതുപോലെ വിട്ടുവരാൻ തുടങ്ങിയപ്പോഴേക്കും ഞാനിത് എണ്ണ തടവിയ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി ഇത് നെയ്യ് തടവിയ ഒരു സ്പൂൺ കൊണ്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് തണുക്കാനായി മാറ്റിവെക്കാം. ഇതിനു മുമ്പ് ഞാൻ പൈനാപ്പിൾ ഹൽവ, ബീട്രൂട്ട് ഹൽവ, കഞ്ഞിവെള്ളം കൊണ്ടുള്ള ഹൽവ, അതുപോലെ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഹൽവയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് കൂടി കൊടുത്തിരിക്കാം. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഹൽവ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഹൽവ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി മറക്കാതെ ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.